അപ്പൊ ഇന്ന് ഓണം ആയതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിലൊക്കെ പോവാന്ന് പറഞ്ഞ ആദിൽ മനസ്സ് രാവിലെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആദിൽ 15 കിലോമീറ്റർ ഓടി കിട്ടിയ കണ്ണാടിന്റെ പുറത്തൂടെ മാനസ് കയറിയിരുന്ന അതൊരു പടമാക്കിയിട്ടുണ്ട്. ആ കണ്ണാടിയാണ് ആദിൽ ശരിയായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നത് നമ്മുടെ ശാർക്കര അമ്പലത്തിലോട്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ശാർക്കര അമ്പലം, ചിറങ്കിഴാര സ്വകാര്യ അഹങ്കാരോണി അമ്പലം. അപ്പൊ ഈ കൊല്ലം അടിപൊളി അത്തം ഇട്ടിട്ടുണ്ട്. അവിടെ നിൽക്കുന്നവരെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഇവിടെ നിന്ന് ഒരു കുറി ഇടുന്ന വീഡിയോ എനിക്ക് 1 മില്യൺ അടിക്കാറായിരുന്നു. അത് പ്രജിയണ്ണാണ് എടുത്തത്. ഈ തവണ അത് നടന്നില്ല. അതിന്റെ വിഷമത്തിൽ നമ്മൾ അടുത്ത ഫോട്ടോഷൂട്ട് എടുക്കാൻ പോവുകയാണ്. ഇനി എന്തൊക്കെ കാണണോ എന്തോ. അപ്പൊ എല്ലാ കൊല്ലത്തെ പോലെ ഈ കൊല്ലം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു ചായ കുടിക്കാൻ പോവാണ്. അപ്പൊ മുടിഞ്ഞ ബ്ലോക്ക്. അപ്പൊ ഇന്നത്തെ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ ബ്ലോക്കിൽപ്പെട്ട ഭക്തജനങ്ങൾ ഈ വീഡിയോക്ക് ലൈക്കും കമന്റും ചെയ്യണമെന്ന് ദേവി നാമത്തിൽ അറിയിക്കുന്നു. അങ്ങനെ നമ്മൾ ആറ്റിങ്ങ പോണ വഴി കുറച്ച് സുന്ദരന്മാരെ ഇതേപോലെ ഒരുക്കി നിർത്തിയേക്കുന്നത്. ഇത് കണ്ടാൽ നമ്മളവിടെ ചാടി ഇറങ്ങി കുറച്ച് മാസം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ വൈകിട്ട് വരുന്നതായിരിക്കും. ഫോളോ ചെയ്യാൻ മറക്കല്ല. അങ്ങനെ ആറ്റിങ് വെച്ച് നമ്മൾ അശ്വനേട്ടനെ കണ്ടു കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ രാമചന്ദ്രൻ പോയി വീട്ടുകാർക്ക് ആദ്യമായിട്ട് കുറച്ച് ഓണക്കോടിയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ. വീട്ടിൽ ചെന്നത് നല്ല ചൂട് പായസം. പിന്നെ ദാ ഈ കാണുന്നതൊക്കെ അമ്മ ഏട്ടത്തിന്റെ ഒക്കെ കലാവിരുതാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ സാധനം നിങ്ങൾ അവിടെയൊന്നും അധികം കാണത്തില്ല, ട്രിവാൻഡ്രം ജില്ലയിൽ കൂടുതലായിട്ട് കാണും. അങ്ങനെ അമ്മ ഏട്ടത്തെയും കുഞ്ഞമ്മയും എല്ലാരും കൂടെ വീട്ടിൽ നല്ല അടിപൊളി സദ്യ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഗൈസ് നമ്മൾ SA കേറ്ററിംഗിന്റെ ഓണർ. അപ്പൊ ഇതാണ് ഗൈസ് നമ്മൾ ഈ വർഷത്തെ ഓണ സദ്യ. പിന്നെ ബോളി മിന്നു ചേച്ചി തന്നെയാണ്. അപ്പൊ നമ്മൾ ഇത്രയും ഐറ്റംസ് ആണ് വെച്ചേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.